ശ്രീ മഹാദേവീ നമ. നമസ്കാരം. ദേവീനാരായണീയം ദേവി ഭാഗവത സംഗ്രഹം ദശകം 36 വർണ്ണിക്കുകയാണ്. ത്വമേവ മൂലപ്രകൃതിസ്ത്വമാത്മാ ത്വമസ്യ രൂപാ ബഹുരൂപിണീ ച ദുർഗാ ച രാധാ കമലാ ച സാവിത്ര്യാഖ്യാ സരസ്വത്യപി ച ത്വമേവ. പരാശക്തിയുടെ മൂലപ്രകൃതിയുടെ വ്യത്യസ്ത അവതാരങ്ങളെ ദേവീഭാഗവതത്തിൽ വർണ്ണിച്ചു കാണാം. ആ അവതാരങ്ങളിൽ വെച്ച് അതിപ്രധാനമായ പഞ്ചപ്രകൃതി അവതാരങ്ങൾ 5 രൂപത്തിൽ: ദുർഗ, ലക്ഷ്മി, രാധ, സാവിത്രി, സരസ്വതി. ഈ 5 ദേവതകളെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറയുന്ന ആ ദുർഗാ, രാധ, ലക്ഷ്മി, സാവിത്രി, സരസ്വതി ദേവിമാരെ കുറിച്ചിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദുർഗാ ജഗത് ദുർഗതിനാശിനീ ത്വം ശ്രീകൃഷ്ണലീലാരസികാസി രാധ ശോഭാസ്വരൂപാസി ഗൃഹാദിഷു ശ്രീർവിദ്യാസ്വരൂപാസി സരസ്വതീ ച. ഈ 5 ദേവിമാരുടെ അവതാരങ്ങൾ അല്ലെങ്കിൽ 5 രൂപത്തിൽ, അതിൽ ആദ്യമായിട്ട് പറയുന്നത് ദുർഗ, ഭക്തന്മാരുടെ ദുർഗതിയെ തീർക്കുന്നു എന്നതുകൊണ്ട് തന്നെ ദേവിക്ക് ദുർഗ. ആര് ശരണം പ്രാപിച്ചാലും ആ ശരണം പ്രാപിച്ചവരെ ഒരിക്കലും കൈവിടാത്ത ആളാണ് ദേവി, ദുർഗാദേവി. നമ്മളുടെ ജീവിതത്തിലുണ്ടാവുന്ന ദുർഘടങ്ങൾ എല്ലാം തന്നെ, എല്ലാ ദുർഘടങ്ങളെയും നീക്കി എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ കരകയറ്റുന്ന ആളാണ് ദുർഗ. ദുർഗമൻ എന്ന അസുരനെ നിഗ്രഹിച്ചതുകൊണ്ടും ദേവിക്ക് ദുർഗ എന്ന പേരുണ്ട്. അടുത്തത് രാധാദേവിയാണ്. ഭഗവാനോടൊപ്പം, ശ്രീകൃഷ്ണനോടൊപ്പം ഗോലോകത്തിൽ ശ്രീകൃഷ്ണന്റെ പ്രാണപ്രയസിയായിട്ട് വർത്തിക്കുന്ന ദേവി രാധ. കൃഷ്ണലീലകളെ കണ്ടും അതിനെല്ലാം രസിക്കുന്ന, ആസ്വദിക്കുന്നതായ, അതിലെല്ലാം പങ്കെടുത്തുകൊണ്ട് രസിക്കുന്നതായ ദേവിയാണ് രാധ. ഭക്തന്മാരുടെ അഭിലാഷങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കുന്ന ദേവി. രാസമണ്ഡലത്തിൽ ശ്രീകൃഷ്ണനോടൊപ്പം രാസനൃത്തം ചെയ്തുകൊണ്ട്, രാസലീല ആടിക്കൊണ്ട്, ആ രാധാകൃഷ്ണന്മാരുടെ സമാഗമത്തിൽ നിന്നാണ് ബ്രഹ്മാണ്ടത്തിന്റെ ഉത്പത്തി എന്നും കാണാം. ത്രിലോക സൗന്ദര്യ സാരം തന്നെയാണ് ആ രാധാദേവി. മൂന്നാമതായി പറയുന്നത് ലക്ഷ്മീ ദേവിയെയാണ്. ശോഭാസ്വരൂപയായി ഈ ലക്ഷ്മീ കടാക്ഷം ആരിലാണോ ഉണ്ടാവുക, എവിടെയാണോ ലക്ഷ്മീ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുന്നത്, അവിടെ ശോഭ വർദ്ധിക്കുന്നു, കാന്തി വർദ്ധിക്കുന്നു. കച്ചവടം ചെയ്യുന്നവരിൽ വാണിജ്യലക്ഷ്മി, രാജാക്കന്മാരിൽ രാജലക്ഷ്മി ആയിട്ടും, ഗൃഹത്തിൽ ഗൃഹലക്ഷ്മി, ഗ്രാമങ്ങളിൽ ഗ്രാമലക്ഷ്മി, നഗരങ്ങളിൽ നഗരലക്ഷ്മി, അങ്ങനെ എവിടെയും ലക്ഷ്മി സാന്നിധ്യമുണ്ട്. നാം അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം. ഐശ്വര്യത്തിന്റെ ദേവതയാണ് ആ ലക്ഷ്മി ദേവി. നാലാമതായി പറഞ്ഞു വിദ്യാസ്വരൂപിണിയായിട്ടുള്ള സരസ്വതീ ദേവി. ശാസ്ത്രവിജ്ഞാനം, ഗ്രന്ഥങ്ങളെ രചിക്കുവാനുള്ള രചനാപാടവം, പ്രഭാഷണ ചാതുര്യം, നൃത്തം, ഗീതം, വാദ്യം,
പിന്നെ ഈ കലകളിലും സാഹിത്യത്തിലും ഒക്കെയുള്ള ഒരു കഴിവ് അത് സരസ്വതിയുടെ അനുഗ്രഹം കൊണ്ടാണ് ലഭിക്കുക. പതഞ്ജലി, പാണിനി തുടങ്ങിയിട്ടുള്ള വൈയാകരണന്മാർ, വേദവ്യാസാദികളായിട്ടുള്ള ഋഷിവര്യന്മാർ, മന്ത്രദ്രഷ്ടാക്കൾ, വാത്മീകിയെ പോലുള്ള കവികൾ, വേദാന്തികൾ, ഇവരെല്ലാവരും തന്നെ സരസ്വതീ ദേവിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവരാണ്. സരസ്വതീഹ ഗുരുശാപനഷ്ടാം ത്വം യാജ്ഞവൽക്യായ ദദാഥ വിദ്യാം ത്വാമേവ വാണീ കവചം ജപന്ത പ്രസാദ്യ വിദ്യാം ബഹവോധിജഗ്മു. വ്യാസശിഷ്യന്മാരിൽ യജുർവേദത്തെ സ്വീകരിച്ച ആളാണ് വൈശമ്പായനൻ. വൈശമ്പായന ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു യാജ്ഞവൽക്യൻ. എന്നാൽ ഈ യാജ്ഞവൽക്യന് ഗുരുശാപം ഏറ്റുവാങ്ങേണ്ടി വരികയും അദ്ദേഹം നേടിയ ആ വേദവിദ്യ, യജുർവേദ വിദ്യ നഷ്ടപ്പെട്ടു. വീണ്ടും യാജ്ഞവൽക്യൻ സൂര്യ ഉപാസന ചെയ്ത് ആ ആദിത്യന്റെ പ്രസാദത്താൽ ആദിത്യൻ തന്നെ യാജ്ഞവൽക്യന് ഒരു കുതിരയുടെ രൂപം പൂണ്ട് യജുർവേദ വിദ്യയെ ഉപദേശിച്ചു നൽകി. ഈ വിദ്യ ഫലപ്രദമായി തീരുവാൻ വേണ്ടി സരസ്വതി ഉപാസന ചെയ്യണമെന്നും സൂര്യൻ യാജ്ഞവൽക്യനെ അറിയിക്കുകയാണ്. അങ്ങനെ യാജ്ഞവൽക്യൻ സരസ്വതി ദേവിയെ സ്തുതിച്ചു. ദേവി ഭാഗവതത്തിൽ സരസ്വതി കവചം പ്രധാനമായിട്ട് കാണാം. കൂടാതെ യാജ്ഞവൽക്യ വിരചിതമായ, യാജ്ഞവൽക്യനാൽ സ്തുതിക്കപ്പെട്ടതായ സരസ്വതി സ്തുതി കാണാം. ഒരു സംവത്സരം തുടർച്ചയായി സരസ്വതി സ്തുതി ചൊല്ലിക്കഴിഞ്ഞാൽ ഏതൊരുവനും ബൃഹസ്പതി തുല്യനായിത്തീരും, ബുദ്ധി സാമർഥ്യമുള്ള ആളായിത്തീരും. കാരണം ദേവിയുടെ അനുഗ്രഹമുണ്ട് എങ്കിൽ ഗുരുശാപത്തെ പോലും നീക്കാൻ കഴിയും എന്ന് യാജ്ഞവൽക്യന്റെ അനുഭവം വ്യക്തമാക്കുന്നു. പുരാണത്തിൽ ദേവി ഭാഗവതത്തിൽ കാണുന്ന സരസ്വതി കവചം, അതിന് വിശ്വജയം എന്നാണ് അറിയപ്പെടുക. ത്വം ദേവി സാവിത്ര്യഭിധാം ദദാസി ദധാസി പ്രസാദതസ്തേ ഖലു വേദമാദു ലേഭേ നൃപാലോശ്വപതിസ്തനൂജാം നാംനാ ച സാവിത്ര്യഭവൽ കിലൈഷ. സാവിത്രി ദേവിയുടെ മഹിമയെ പറയുകയാണ് അടുത്തതായിട്ട്. മദ്രദേശ രാജാവായിട്ടുള്ള അശ്വപതി സന്താന ലാഭത്തിനായിട്ട് സാവിത്രി ഭജനം ചെയ്തു. അദ്ദേഹം തപസ് ചെയ്യവേ കേൾക്കുന്നതായ ഒരു അശരീരി 10 ലക്ഷം ഗായത്രി മന്ത്രം ജപിക്കൂ. അങ്ങനെ അശ്വപതി ഈ നിർദ്ദേശം കേട്ടതോടുകൂടി സംശയ നിവാരണത്തിനായി പരാശര മഹർഷിയെ കണ്ടുമുട്ടുന്നു. ആ പരാശര മഹർഷി ഗായത്രി മന്ത്രത്തിന്റെ മഹാത്മ്യം എന്താണ് എന്നുള്ളത് അശ്വപതിക്ക് ഉപദേശിച്ച് കൊടുത്തു. അങ്ങനെ രാജാവ് ഗായത്രി മന്ത്രം ജപിച്ചു, സാവിത്രി ദേവിയെ പൂജിച്ചു. സാവിത്രി ദേവി അദ്ദേഹത്തിന് ദർശനം നൽകി അനുഗ്രഹിച്ചു. അങ്ങനെയാണ് യഥാകാലം അശ്വപതിക്ക് ഒരു പുത്രി ജനിച്ചതും സാവിത്രി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച ആ തന്റെ മകൾക്ക് സാവിത്രി എന്ന് തന്നെ അദ്ദേഹം നാമകരണം ചെയ്തു. സാ സത്യവന്തം മൃതമാത്മകാന്തമാജീവയന്തി ശ്വശുരം വിധായ ദൂരീകൃതാന്ധ്യം തനയാനസൂത യമാത് ഗുരോരാപച ധർമ്മശാസ്ത്രം. അശ്വപതി രാജാവ് തന്റെ പുത്രിയെ സാവിത്രിയെ ദ്യുമത്സേന പുത്രനായിട്ടുള്ള സത്യവാൻ എന്ന രാജകുമാരന് വിവാഹം ചെയ്തു കൊടുത്തു. എന്നാൽ അവരുടെ ദാമ്പത്യം കുറച്ചു കാലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
ഏതാണ്ട് 1 വർഷക്കാലം കഴിഞ്ഞു. ഒരിക്കൽ സത്യവാനും സാവിത്രിയും വനത്തിൽ സഞ്ചരിക്കുമ്പോൾ സമിത്തുക്കൾ ശേഖരിക്കുന്നതായിട്ടുള്ള സത്യവാൻ പെട്ടെന്ന് മരിക്കുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ മൃതശരീരത്തിന് സമീപത്തിൽ നിൽക്കുന്ന സാവിത്രി കാണുന്ന രംഗം സത്യവാന്റെ ജീവനെ കൊണ്ടുപോകാൻ വരുന്ന യമധർമ്മനെയാണ്. ഭർത്താവ് എവിടെയാണോ ആ ഭർത്താവിനോടൊപ്പമാണ് ഭാര്യയും ഇരിക്കേണ്ടത് എന്ന ധാരണയോട് കൂടിയിട്ട് സാവിത്രി യമനെ അനുഗമിക്കുന്നു. അപ്പോൾ മടങ്ങിപ്പോകണമെന്ന് യമൻ നിർദ്ദേശിക്കുകയാണ്. എന്നാൽ സാവിത്രി കൂട്ടാക്കുന്നില്ല. അങ്ങനെ പല സംശയങ്ങളും ചോദിക്കുകയാണ് ഇവിടെ സാവിത്രി യമധർമ്മനോട്. ആയുസ്സിനെ കുറിച്ചും അതിന് കാരണമായിട്ടുള്ള കർമ്മം, സൽക്കർമ്മഫലം, ദുഷ്കർമ്മഫലം, ഇതൊക്കെ യമധർമ്മൻ സാവിത്രിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ, പാപകർമ്മങ്ങൾ ചെയ്താൽ ഒരുവൻ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള നരകയാതനകൾ, പാപങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ഉപായം, ധർമ്മം അനുഷ്ഠിക്കാതിരിക്കുന്നത് പാപമാണ്, അധർമ്മം അനുഷ്ഠിക്കുന്നതും പാപമാണ്. അപ്പോൾ ധർമാധർമ്മങ്ങളെ വിസ്തരിക്കുന്ന ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇങ്ങനെ സൽക്കർമ്മങ്ങളെക്കുറിച്ചും ദുഷ്കർമ്മങ്ങളെക്കുറിച്ചും ആ ശുഭാശുഭകർമ്മ വിഭാഗ വിസ്താരം വളരെ അധികം ചെയ്തു ഇവിടെ യമധർമ്മൻ സാവിത്രിയോടായിക്കൊണ്ട്. സാവിത്രിയെ ഗുരുതുല്യനായിട്ട് യമധർമ്മൻ ഉപദേശങ്ങളൊക്കെ നൽകിയതോടുകൂടി ഗുരുസ്ഥാനീയനായി മാറി യമൻ സാവിത്രി ദേവിയെ അനുഗ്രഹിച്ചു. ആ സത്യവാന്റെ ജീവനെ മടക്കി നൽകുകയാണ്. തന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയതായ സാവിത്രി സന്തോഷത്തോടു കൂടിയിട്ടാണ്, വളരെയധികം അനുഗ്രഹങ്ങളെ നേടിക്കൊണ്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. പിന്നീട് അവരുടെ ദാമ്പത്യത്തിൽ പുത്രന്മാരൊക്കെ ജനിക്കുന്നു. ഈ സത്യവാന്റെ അച്ഛന് ദ്യുമത്സേനനെ ബാധിച്ചിരുന്നതായിട്ടുള്ള അന്ധത നീങ്ങി. വളരെ കാലം ഭൂമിയിൽ എല്ലാ ഭൗതിക സുഖങ്ങളെയും അനുഭവിച്ചുകൊണ്ടാണ് അവർ വസിച്ചത്. ഒടുവിൽ മുക്തിയെ പ്രാപിക്കുകയും ചെയ്തു. ദേവീഭാഗവതം 9ാം സ്കന്ധത്തിൽ വളരെയധികം വിസ്തരിച്ചിട്ടുള്ള ഒരു കഥാഭാഗമാണ് ഈ സാവിത്രിപാഖ്യാനം. സ്കന്ദസ്യ പത്നീ ഖലു ബാലകാധിഷ്ഠാത്രീ ച ഷഷ്ഠീതി ജഗൽ പ്രസിദ്ധ ത്വം ദേവസേനാ ധനദാധനാനാമപുത്രിണാം പുത്രസുഖം ദദാസി. അടുത്തതായി പറയുന്നത് ദേവസേന അഥവാ ഷഷ്ഠീദേവി. പ്രകൃതിയുടെ ഷഷ്ടാംശമായി 6ൽ1 അംശം കൊണ്ട്, 6ൽ1 ഭാഗം കൊണ്ട് ഉൽപ്പന്നയായവൾ സ്കന്ദപത്നിയാണ്. ദേവസൈന്യാധിപനായിട്ടുള്ള സുബ്രഹ്മണ്യന്റെ പത്നിയാകയാൽ ദേവസേന. ദേവസേനയുടെ പതിയായതുകൊണ്ട് ആ ഭഗവാന് സുബ്രഹ്മണ്യന് ദേവസേനാപതി എന്നൊരു പേര്. ഈ ദേവസേന ഷഷ്ഠീദേവി നിർധനന്മാർക്ക് ധനത്തെ നൽകുന്നു, പുത്രകാമന്മാർക്ക് പുത്രനെ നൽകുന്നു. സത്പുത്രന്മാരുണ്ടാവാൻ വേണ്ടി, സത്സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഷഷ്ഠീവ്രതം അനുഷ്ഠിച്ച് ദേവിയെ ഭജിച്ചാൽ പുത്രലാഭം ഉണ്ടാവും. സത്കർമ്മലബ്ധേ തനയേ വൃതേതു പ്രിയോ വൃതോ ദൂയത ഭക്തവര്യ തം ജീവയിത്വാ മൃതമസ്യ ദത്വാ സ്വഭക്തവാത്സല്യമദർശയസ്ത്വം. സ്വയംഭൂമനുവിന്റെ പുത്രനായിട്ടുള്ള പ്രിയവ്രതൻ നല്ലൊരു ദേവീഭക്തനായിരുന്നു എന്നും അദ്ദേഹത്തിന് പലതരത്തിലുള്ള സകർമ്മങ്ങളുടെ ഒക്കെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിയിൽ ഒരു പുത്രൻ ജനിച്ചു. എന്നാൽ അല്പായുസായിരുന്നു ആ കുട്ടി. അധികം താമസിയാതെ മരിക്കുകയും പ്രിയവ്രതനും പത്നിയും മറ്റു ബന്ധുക്കളുമെല്ലാം വളരെയധികം സങ്കടപ്പെടുകയാണ്. ആ മരിച്ച കുട്ടിയുടെ മൃതശരീരം എടുത്തുകൊണ്ട് രാജാവ്
സംസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോഴാണ് ദേവി ആ പ്രിയവ്രതന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും ആ കുട്ടിയുടെ മൃതശരീരത്തെ സ്വീകരിച്ചു തൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് ആ ഷഷ്ഠീ ദേവി, ആ ദേവസേനാദേവി കടാക്ഷം കൊണ്ട് ആ കുട്ടിയെ ജീവിപ്പിച്ചു തിരികെ നൽകി. താൻ ആരാണ് എന്നും എന്നെല്ലാം ദേവി തന്നെ വ്യക്തമാക്കി അങ്ങനെ ആ പ്രിയവ്രതനെ അനുഗ്രഹിച്ചു എന്ന കഥ ദേവി ഭാഗവതത്തിലെ 9-ാം സ്കന്ധത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഷഷ്ഠി ഉപാഖ്യാനമാണ്. ത്വമേവ ഗംഗാ തുളസീധരാ ച സ്വാഹാ സ്വധാ ത്വം സുരഭിശ്ച ദേവി ത്വം ദക്ഷിണാ കൃഷ്ണമയീ ച രാധാ തഥാസി രാധാമയ കൃഷ്ണതാം ച. അടുത്ത അംശാവതാരങ്ങളായിട്ടുള്ള ഗംഗ, സരസ്വതി. ഇവിടെ ഗംഗാലക്ഷ്മി സരസ്വതി ദേവിമാർ അവർ വിഷ്ണു പത്നിമാരായിരുന്നു എന്നും ഒരിക്കൽ അവർ തമ്മിൽ പരസ്പരം കലഹിക്കുകയും ശപിക്കുകയും ചെയ്തു. അങ്ങനെ ശാപമനുസരിച്ച് അവർ നദികളായി പരിണമിച്ചു. ഗംഗ നദിയായിട്ടും സരസ്വതി അന്തർവാഹിനിയായിട്ടും ലക്ഷ്മി പത്മാനദിയായിട്ടും ഒഴുകി. ആ ലക്ഷ്മിക്ക് മറ്റൊരു അംശരൂപത്തിൽ തുളസിയായിട്ട് ജനിക്കേണ്ടി വരുന്നു. ഭഗവത് ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ലക്ഷ്മി ദേവി ലക്ഷ്മി അംശമായിട്ടാണ് ഭൂമിയിൽ ധർമ്മധ്വജപുത്രിയായി തുളസിയായി അവതരിച്ചു. ഈ തുളസി ദേവിയുടെ കേശമാണ് തുളസി ചെടിയായി മാറിയത്. തുളസി ഉപാഖ്യാനം പ്രസിദ്ധമാണ് ദേവി ഭാഗവതത്തിലേത്. ജലാധിഷ്ഠാത്രിയാണ് ഗംഗാദേവി. ഗോലോകത്തിൽ നിന്നാണ് ഗംഗയുടെ ഉത്പത്തി. രാധാശാപം കൊണ്ട് ഗംഗയ്ക്ക് ഗോലോകം വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണ പാദത്തിൽ നിന്നും ഉത്ഭവിച്ചതുകൊണ്ട് വിഷ്ണുപതി, കൃഷ്ണപതി എന്നൊക്കെ ഗംഗയ്ക്ക് മറ്റൊരു പേര്. രാധാദേവിയുടെ ശാപത്തെ ഭയന്ന് ഒരിക്കൽ ഗംഗാദേവി അന്തർധാനം ചെയ്തു. അങ്ങനെ ഗംഗ അന്തർധാനം ചെയ്തതോടുകൂടി ലോകത്തിൽ ജലസാന്നിധ്യമില്ലാതെയാവുകയും അങ്ങനെയാണ് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ബ്രഹ്മാവ് എല്ലാ ദേവന്മാരെയും കൂട്ടി ഗോലോകത്തിൽ ചെന്നു. ശ്രീകൃഷ്ണനെ കാണുകയാണ്. ബ്രഹ്മാവ് നോക്കിക്കാണുക തന്നെയാണ് ശ്രീകൃഷ്ണൻ പെട്ടെന്ന് രാധയായി മാറി. അടുത്ത നിമിഷം വീണ്ടും കൃഷ്ണനായി. അപ്പൊ രാധയും കൃഷ്ണനും രണ്ടല്ല ഒന്നു തന്നെയാണ് എന്ന തത്വത്തിനെ അവിടെ വ്യക്തമാക്കി ബോധിപ്പിച്ചു കൊടുക്കുകയാണ് ബ്രഹ്മാവിന്. ബ്രഹ്മാവിന്റെ അപേക്ഷയ്ക്കനുസരിച്ചിട്ടാണ് ശ്രീകൃഷ്ണൻ ഗംഗയെ, തന്റെ പാദത്തിൽ വന്ന് അഭയം പ്രാപിച്ച ഗംഗയെ ഇവിടെ നിന്ന് പുറത്തു വരാൻ അനുവദിക്കുകയാണ്. അങ്ങനെ ആ ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുക, ഗംഗാജല സ്പർശം ഉണ്ടായാൽ തന്നെ പുണ്യമാണ്, പാപങ്ങളെയെല്ലാം നശിപ്പിക്കും. ഗംഗയുടെ മഹത്വം. അടുത്തത് സ്വഹാദേവി. യജ്ഞത്തിന്റെ ഹവിർഭാഗം അഗ്നിയിൽ സമർപ്പിക്കുന്ന ഏതൊന്നിൻ്റെയും ആ ഭാഗം ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നതായ സ്വഹാദേവി. അഗ്നി പത്നിയായിട്ടുള്ള സ്വാഹ. അഗ്നിക്ക് 3 രൂപങ്ങളാണ്. ഗാർഹപത്യം, ആഹവനീയം, ദാക്ഷിണം, അങ്ങനെ 3 രൂപങ്ങളാണ് അഗ്നിക്കുള്ളത്. അപ്പൊ അഗ്നിയിൽ ഏതൊന്ന് സമർപ്പിക്കുമ്പോഴും ഏതൊരു മന്ത്രത്തിൻ്റെയും ഒടുവിൽ സ്വാഹാ ശബ്ദത്തെ ചേർക്കണം. സ്വാഹാന്തമായി വേണം മന്ത്രങ്ങൾ അഗ്നിയിൽ ആഹൂതി ചെയ്യുമ്പോൾ ജപിക്കുവാൻ. അങ്ങനെ അഗ്നിയുടെ ദാഹകശക്തിയായിട്ടുള്ള സ്വാഹാദേവി. പിതൃക്കളുടെ ശക്തിയായിട്ടുള്ള സ്വധ. മനുഷ്യൻ ചെയ്യുന്ന പിതൃകർമ്മങ്ങളുടെ ഭാഗത്തെ പിതൃക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് സ്വധാദേവിയുടെ ഉദ്ദേശം. മറ്റൊന്ന് ദക്ഷിണാദേവിയാണ്. യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ യജ്ഞത്തിന്റെ ഭാഗമായി നാം സമർപ്പിക്കുന്ന ദക്ഷിണ, അതിൻ്റെ
പ്രാധാന്യത്തെ കാണിക്കുന്നതായ ദക്ഷിണാദേവി. മറ്റൊന്ന് ഭൂമിദേവിയാണ്. എല്ലാ ഭാരവും സഹിക്കുന്ന, അതിനെ താങ്ങി നിർത്തുന്നതായിട്ടുള്ള ഭൂമി വസുധയാണ്. പ്രളയജലത്തിൽ താണുപോയതായിട്ടുള്ള ആ ധരയെ, ആ ഭൂമിയെ ഉദ്ധരിച്ചത് ആ വരാഹ രൂപിയായിട്ടുള്ള ഭഗവാനാണ്. ത്വം ഗ്രാമദേവി നഗരാധിദേവി വനാധിദേവി ഗൃഹദേവതാച സംപൂജ്യതേ ഭക്തജനൈശ്ചയായ സാ ത്വമേവാസി മഹാനുഭാവേ. പൂജയെ സ്വീകരിക്കുന്ന എല്ലാ ദേവതകളും എല്ലാ മൂർത്തിഭേദങ്ങളും ആ മൂലപ്രകൃതിയുടെ പല അംശങ്ങളാണ്, പല രൂപങ്ങളാണ്. ഇപ്പൊ ഗുരുഗ്രാമത്തിലെ എല്ലാവർക്കും പൊതുവായൊരു ആരാധനാ സ്ഥാനം അവിടെ ഗ്രാമദേവതയായി. ഒരു കുടുംബത്തിൻ്റെ മാത്രമായിട്ടുള്ള ധർമ്മ ദേവതാ സങ്കല്പങ്ങൾ, ധർമ്മദേവതാ സ്ഥാനങ്ങൾ, നമ്മളുടെ ഓരോരുത്തരുടെയും ഗൃഹത്തിൽ നാം ആരാധിക്കുന്നതായ, നമ്മളുടെ പൂജാമുറികളിൽ നമ്മൾ വെച്ച് ആരാധിക്കുന്നതായ ദേവതമാർ, ഇങ്ങനെ ഗൃഹത്തിൽ വെച്ചിട്ടും മറ്റ് ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടും നമുക്ക് ഒന്നിച്ചു ചേർന്ന്, ഒന്നായി ചേർന്നുകൊണ്ടോ ഓരോ വ്യക്തിക്കും പ്രത്യേകമായിട്ടോ ഒക്കെ ആരാധിക്കുക. നഗരവാസികൾക്ക് നഗരദേവതയായും ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഗ്രാമദേവതയായിട്ടുമൊക്കെ നാം ഭക്തിപൂർവം ഏതേത് ദേവീ സങ്കല്പങ്ങളെ ഉപാസിക്കുന്നുവോ ആ ദേവീഭാവങ്ങളെല്ലാം തന്നെ മൂലപ്രകൃതിയുടെ രൂപാന്തരങ്ങളാണ്. യദ്യത് ശ്രുതം ദൃഷ്ടമപി സ്മൃതം ച തത്തത്വദീയം ഹി കലാംശജാലം ന കിഞ്ചനാസ്തേവ ശിവേ ത്വദന്യത് ഭൂയോപി മൂലപ്രകൃതേ നമസ്തേ. ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ തന്നെ ആ മൂലപ്രകൃതിയുടെ അംശങ്ങളാണ്, കലകളാണ്. ലോകത്തിലെ സകല മഹാത്മാക്കളും മഹതികളും മൂലപ്രകൃതിയുടെ അംശങ്ങളാണ്. എല്ലാറ്റിലുമുള്ള ജീവകല അത് മൂലപ്രകൃതിയുടെ കലയാണ്, മൂലപ്രകൃതിയുടെ പ്രതിബിംബമാണ്. അതുകൊണ്ടാണ് നാം മറ്റൊരാളെ നിന്ദിക്കരുത്. മറ്റൊന്നിനെ നിന്ദിച്ചാൽ മൂലപ്രകൃതിയെ നിന്ദിച്ചതിൻ്റെ പാപം അനുഭവിക്കേണ്ടി വരും. ഏതൊന്നിനെയും നാം പൂജിക്കുമ്പോൾ, മാനിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ആ പ്രകൃതിയെ പൂജിച്ചതിൻ്റെ ഫലം കൈവരും. ഇവിടെ നിത്യമായി ഉള്ളതെല്ലാം തന്നെ മൂലപ്രകൃതിയാണ് എന്നും അതിൽ നിന്ന് ഭിന്നമായി ഇവിടെ യാതൊന്നുമില്ല. ആ നിത്യസത്യം ആയിട്ടുള്ള മൂലപ്രകൃതിയെ പ്രണമിച്ചുകൊണ്ടാണ് ഈ 36-ാം ദശകത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ശ്രീ മഹാദേവി നമഃ.